ഹായ്, ഞാൻ ഇന്നലെ അമ്മേനെ സഹായിക്കുന്ന കാര്യവും അതുപോലെ പച്ചക്കറി നട്ട കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതെന്തായി എന്നുള്ളത് അറിയണ്ടേ? ഞാൻ ഇങ്ങോട്ട് കയറിപ്പോരേണ്ട കാര്യം പെട്ടെന്നല്ലോ. അതായത് റെഡി ഞാൻ ആദ്യം ഇവിടെ വന്ന് ജോലിക്ക് കയറി 1 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു. എന്നിട്ട് തിരിച്ചിന്നലെ ഞാൻ വന്നു. പിന്നെ 5 വർഷം നാട്ടിലേക്ക് വരാതെ ഇവിടെ തന്നെ നിന്ന്, പിന്നെ നാട്ടിൽ വന്ന് 1 വർഷം നിന്ന് ഒക്ടോബറിൽ വന്ന് തിരിച്ച് ഒക്ടോബറിൽ തന്നെ ഇങ്ങോട്ട് കയറി. അത് കയറിയത് പെട്ടെന്നായിരുന്നു. പക്ഷെ ഞാൻ വരുന്നില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ പെട്ടെന്നായിരുന്നു എൻ്റെ വരും. അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള സംഭവമാണല്ലോ പച്ചക്കറി ഉണ്ടാക്കുന്നതൊക്കെ. അങ്ങനെ ഞാൻ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി പന്തലൊക്കെ കാലൊക്കെ കുഴിച്ചിട്ട് പന്തലൊക്കെ കെട്ടി അതിന് വള്ളി കയറാനുള്ള സംഭവം കയറൊക്കെ കെട്ടി കൊടുത്ത് എല്ലാം റെഡിയാക്കി ഇട്ട് വള്ളിയൊക്കെ കയറി നല്ല ഉഷാറായിട്ട് വളർന്ന പച്ചക്കറി വരുമ്പോൾ അതിൽ ഞാൻ കപ്പ നട്ടിട്ടുണ്ടായിരുന്നു, കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ പയറുണ്ടായിരുന്നു, അതുപോലെ കുമ്പളങ്ങ, കോവയ്ക്ക, പിന്നെന്താ കൂവ, മഞ്ഞൾ, ഇഞ്ചി, അങ്ങനെ കുറേ പച്ചക്കറി, ചേന, വാഴ, അങ്ങനെ ഈ കാച്ചിൽ, അങ്ങനെ കുറേ സംഭവങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ചോദിക്കും. കപ്പയും നട്ടായിരുന്നു കേട്ടോ, കൂർക്ക, ഇതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ പറയേ, കാരണം ഞങ്ങൾക്ക് കുരങ്ങന്മാരെയും മയിലിൻ്റെ അതിൽ പന്നിയുടെയൊക്കെ നല്ല ശല്യമുണ്ട്. അപ്പോൾ മത്തനൊക്കെ നന്നായി പന്തലിൻ്റെ മുകളിൽ കയറി, ഞങ്ങളുടെ വീട് ഓടാണ്, അത് ഓടിൻ്റെ മുകളിലൊക്കെ കയറി നന്നായി കായ്ച്ച് നല്ല നല്ല കായ ഉണ്ടാവാൻ തുടങ്ങി, പയറും ഒക്കെ. അപ്പോൾ അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ പറയും, മത്തനും കോവയ്ക്ക് അതുപോലെ പയറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുരങ്ങൻ കൊണ്ടുപോയി കൂട്ടാൻ വെച്ചു, കറി വെച്ചു പറയും. പിന്നെ മുളക് കണ്ടിട്ടുണ്ടായിരുന്നു, മുളക് മയിൽ കൊണ്ടുപോയി കറി വെച്ചു. കപ്പ നട്ടൊക്കെ പന്നി, കപ്പയും ഒക്കെ പന്നി. അപ്പം അമ്മ അത് പന്നി കൊണ്ടുപോയി കറി വെച്ചു പറയും. എപ്പോൾ വിളിക്കുമ്പോഴും അമ്മ അതാ പറയല്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുമ്പോൾ അമ്മയോട് പറയുമ്പോൾ എൻ്റെ പച്ചക്കറി കാണിച്ചോണ്ടാ, എൻ്റെ ചെടി കാണിച്ചോണ്ടാ, എൻ്റെ റൂം കാണിച്ചു, ഇതൊക്കെ അമ്മയോട് പറയും. അമ്മ പറയും നമുക്ക് ഞങ്ങളെ കാണണ്ടേ. സത്യം പറഞ്ഞാൽ എല്ലാം